നന്ദു എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. വേണ്ട, ഒരുപക്ഷെ അച്ഛന്റെ ഫോൺ പോലീസുകാരെ ട്രേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ദേവി, നീ ഒരുപാട് അനുഭവിച്ചു അല്ലേ? എസ്തപ്പൻ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിന്ന് തോന്നി നന്ദു. ഇനി നന്ദുവിനെ കാണാനോ ഒരുമിച്ച് ജീവിക്കാനോ പറ്റില്ല എന്ന് വിചാരിച്ച് എസ്തപ്പൻ ചേട്ടന്റെ മുന്നിൽ വന്ന് പെട്ടപ്പോ ആദ്യമൊക്കെ വലിയ പേടിയായിരുന്നു. പിന്നീട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ഈ വീട്ടിലുള്ളവരാ. അന്ന് നന്ദു വന്ന് ആ എസ്തപ്പൻ ചേട്ടനെ ആശുപത്രി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഇന്നിങ്ങനെ കാണില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞല്ലോ. എനിക്കെന്റെ ദേവി തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അവിടെ വീട്ടിലെല്ലാരും എന്തെടുക്കാ നന്ദു? നന്ദുന്റെ അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യമായിരിക്കും അല്ലേ? പറയാൻ ഒരുപാടുണ്ട്, എല്ലാം നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ രാത്രി നമുക്ക് ഉറക്കമില്ലല്ലോ. ഏലിയമ്മച്ചി വിളിക്കുന്നുണ്ട്. വീഞ്ഞും കേക്കും ഒക്കെ എടുത്തു വെച്ചിട്ടാ വിളിക്കുന്നത്. നന്ദു വന്നേ, വാ. അവനെന്ത് പറഞ്ഞു? കുളിക്കാൻ കയറിയിരിക്കെ ഇപ്പൊ വരും. ഇത്ര ലേറ്റ് എന്താന്ന് ചോദിച്ചില്ലേ അമ്മ? ഇല്ല, ഒന്ന് സമാധാനപ്പെടുകിരി, ചോദിക്കാലോ. എന്താ ഗിരീഷേട്ടാ? ഗിരീഷേട്ടൻ വിളിച്ചായിരുന്നോ? നീ ഇത് എവിടെ പോയിരുന്നടാ? വൈകിയൊന്ന് പറഞ്ഞിട്ട് പോകൂടെ? എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു ഗിരീഷേട്ടാ. എന്തോ മീരയുടെ മരണത്തിന് ശേഷം അകാരണമായൊരു പേടിയാ മനസ്സിലെപ്പോഴും. പുറത്തേക്ക് പോയവർ പുറത്തുനിന്ന് തിരിച്ചു വരാൻ വൈകിയാൽ ഒരു വെപ്രാളോ. നീ ബലരാമൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നോ? അവിടെയും പോയി, വേറെ ഒന്ന് രണ്ടിടത്തും പോയി. പിന്നെ ഗിരീഷേട്ട ചന്ദ്രവത്ത് ഒന്ന് കയറി. അവിടെ എന്തിനാ പോയേ? എന്താ ഗിരീഷേട്ടാ, ഞാനവിടെ പോയത് തെറ്റായിപ്പോയോ? എടാ, അങ്ങനല്ല. അവിടുത്തെ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമല്ലേ. ആ സമയത്ത് മറ്റാരെങ്കിലും ചെല്ലുന്നത് അവർക്ക് പ്രയാസമുണ്ടായാലോ എന്ന് കരുതി ചോദിച്ചതാ. ഗിരീഷേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ വീടല്ലേ അത്? ആ ഒരു നിലയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയത്. ഇവിടുന്ന് ആരും അന്വേഷിച്ച് ചെല്ലുന്നില്ല എന്ന് പിന്നീട് ഒരു പരിഭവം തോന്നാൻ പാടില്ലല്ലോ. അത് പ്രാഞ്ചി പറയുന്ന നേരാ. നഷ്ടപ്പെട്ടത് ബലറാം സാറിനാണെങ്കിലും ഫലത്തിലെല്ലാം കൂടി ചന്ദ്രോത്തിന്റെ നഷ്ടമായിട്ടാ വന്നിരിക്കുന്നത്. സിദ്ധാർത്ഥൻ സാറിന്റെ MLA സ്ഥാനം പോയി. നന്ദൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ദേവിയെ കാണുന്നില്ല. സിദ്ധാർത്ഥൻ സാർ എന്ത് പറഞ്ഞു? ഗിരീഷേട്ടൻ പറഞ്ഞ നേരെ. ആ സമയത്ത് മറ്റാരും അവിടേക്ക് ചെല്ലുന്നത് അവർക്ക് താല്പര്യം കാണില്ലായിരിക്കും. എന്താന്നറിയില്ല, പുള്ളിക്ക് ആകെ ഒരു ഇഷ്ടക്കേട്. ഇഷ്ടക്കേടെന്ന് വെച്ചാ? ഇഷ്ടക്കേടെന്ന് വെച്ചാൽ ഇഷ്ടക്കേട്. ഒന്നുകിൽ അപ്പച്ചി പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ തകരാറിലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ബലരാമൻ സാറിന്റെ വീട്ടിൽ പോയതും മറ്റും പിടിക്കാത്തതുകൊണ്ടും ആയിരിക്കാം. എടാ, നീ കാര്യം പറ. എന്തോ എന്നോട് ദേഷ്യം കാണിച്ചു. സാർ എന്തെങ്കിലും പറഞ്ഞോ? നീ ഒന്ന് തെളിച്ച് പറഞ്ഞേ. മൊത്തത്തിലേ ഞാൻ അങ്ങോട്ട് ചെന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഈ മുള്ളും മുനയൊക്കെ വെച്ച് എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? രജനി ചേച്ചി ഇങ്ങോട്ട് വന്ന് കയറേണ്ടതല്ലേ, അതിന്റെ ഒരു മര്യാദ എന്നോണം ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. ഞാനൊന്ന് രജനിയെ വിളിക്കാം. അതൊന്നും വേണ്ട, നിങ്ങളിതൊന്നും അറിഞ്ഞ ഭാവം കാണിക്കാതിരുന്നാ മതി. അല്ല, രജനി ഇടപെട്ടൊന്നും സംസാരിച്ചില്ലേ? പാവം ചേച്ചി എന്ത് സംസാരിക്കാനാ? ഗിരീഷേട്ടാ, ഞാൻ സിദ്ധാർത്ഥ സാറിനെ കുറ്റം പറയുന്നില്ല. ആകെ ഗതികെട്ട് നിൽക്കുന്നൊരു വീടാ.
ബലരാമൻ സാറിന്റെ തേവക്കാടല്ല, സിദ്ധാർത്ഥൻ സാറിന്റെ ചന്ദ്രോത്ത ഇപ്പൊ യഥാർത്ഥത്തിൽ മരണവീട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.